നമസ്കാരം. പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ 100-ലധികം ദിവസങ്ങളായി ആളിപ്പടരുന്ന US-ഇറാൻ സൈനിക സംഘർഷങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ടുള്ള ചരിത്രപരമായ സമാധാന കരാർ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അന്തിമ രൂപത്തിലേക്ക് ആയേക്കുമെന്ന് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൂചന നൽകിയിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാറിന്റെ ചട്ടക്കൂടിലും അതിന്റെ അന്തിമ രൂപത്തിലും പൂർണ്ണ ധാരണയിലെത്തിയതായും ഇതിന്റെ ഭാഗമായുള്ള ഔദ്യോഗിക ഇലക്ട്രോണിക് ഒപ്പുവെക്കൽ ചടങ്ങുകൾക്കായി പാകിസ്ഥാൻ ഇപ്പോൾ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷമുള്ള സാങ്കേതിക തലത്തിലുള്ള ചർച്ചകൾ അടുത്തയാഴ്ച നടക്കും. ഈ ചർച്ചകൾ വൻ പുരോഗതി ഉണ്ടായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ശരിവച്ചിരുന്നു. എന്നാൽ ഈ വാദമുഖങ്ങളെ തിരുത്തുകയാണ് ഇറാൻ. ഞായറാഴ്ച ഔദ്യോഗികമായി ഒപ്പുവെക്കൽ ഒന്നും നടക്കില്ലെന്നും ധാരണാപത്രം ഇപ്പോഴും പരിശോധനയിലാണെന്നുമാണ് ഇറാന്റെ നിലപാട്. കരാറിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി അഭ്യർത്ഥിച്ചു. അതേസമയം വെറുമൊരു കൂടിക്കാഴ്ച നടത്തുകയോ കരാറിൽ ഒപ്പിടുകയോ ചെയ്യുന്നതുകൊണ്ട് ഇറാനിലേക്ക് പണം ഒഴുക്കില്ലെന്നും കരാറിലെ വ്യവസ്ഥകൾ ഇറാൻ കൃത്യമായി പാലിച്ചാൽ മാത്രമേ അവർക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കൂ എന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഓർമ്മിപ്പിച്ചു. അതേസമയം US-ഉമായുള്ള ചർച്ചയിലെ മുഖ്യ ഇറാൻ പ്രതിനിധിയായ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ശനിയാഴ്ച വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: അന്തിമ വിജയം നേടുന്നതുവരെ ഇറാൻ ഉറച്ചു നിൽക്കുമെന്നാണ്. 12 ദിവസം നീണ്ടുന്ന യുദ്ധത്തിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹം പങ്കുവച്ച ഒരു പോസ്റ്റിൽ ഇങ്ങനെ കുറിച്ചു: ഇസ്രായേൽ അമേരിക്കൻ ഭരണകൂടങ്ങൾ നമ്മുടെ ശാശ്വത ഭവനമായ ഇറാന് നേരെ നടത്തിയ 1-ാം ഘട്ട ക്രിമിനൽ ആക്രമണങ്ങൾ ആരംഭിച്ച് 1 വർഷം തികഞ്ഞിരിക്കുന്നു. അവർ നിരപരാധികളായ കുട്ടികളെ കൊലപ്പെടുത്തുകയും ഒരു കുറ്റകൃത്യത്തിൽ നിന്നോ ക്രൂരതയിൽ നിന്നോ പിന്തിരിയാതിരിക്കുകയും ചെയ്തു എന്നതാണ്. എന്തായാലും ഇറാൻ പറയുന്നത് ഞായറാഴ്ച ധാരണാപത്രത്തിൽ ഒപ്പുവെക്കില്ല എന്നാണ്. എന്നാൽ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ സംസാരിക്കുന്നത്. സമാനമായ അഭിപ്രായമാണ് ട്രംപിനുമുള്ളത്. എന്തായാലും എന്ത് സംഭവിക്കുമെന്നതൊക്കെ വരുന്ന മണിക്കൂറുകൾ മാത്രമേ ആ ചിത്രം വ്യക്തമാവുകയുള്ളൂ. ഈ ഘട്ടത്തിലാണ് ഖമനേയിയുടെ സംസ്കാരം ജൂലൈ 9-ന് നിശ്ചയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളുടെ തീയതിയും ഇതോടൊപ്പം പുറത്തുവന്നു. വരും ആഴ്ചകളിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കുന്ന സംസ്കാര ചടങ്ങുകൾ ജൂലൈ 9-ന് നടക്കും. ഇതിന് മുന്നോടിയായി ജൂലൈ 6, 7, 9 തീയതികളിൽ യഥാക്രമം ടെഹ്റാൻ, കോം, മഷാദ് എന്നീ 3 പ്രധാന നഗരങ്ങളിൽ പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായുള്ള ഔദ്യോഗിക വിലാപയാത്രയും വിടവാങ്ങൽ ചടങ്ങുകളും സംഘടിപ്പിക്കും. തുടർച്ചയായി 8 വർഷം ഇറാന്റെ പ്രസിഡന്റായും 1989 മുതൽ ഇറാന്റെ പരമോന്നത നേതാവായും സേവനമനുഷ്ഠിച്ച ഖമനേയിയുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷാദിലെ ഇമാം റസായുടെ പവിത്രമായ ശവകുടീരത്തിനടുത്തായിരിക്കും അടക്കം ചെയ്യുക. എന്നാൽ ഈ രൂക്ഷമായ യുദ്ധഭീതിയും പ്രതിസന്ധികളും നിലനിന്നിരുന്ന പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകൾ സജീവമായതോടെ ആഗോള വിപണിയിൽ സമാധാനമുണ്ട്. എണ്ണവിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് ക്രൂഡ് ഓയിൽ വില നിലവിൽ കുപ്പുകുത്തി. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $87.33 US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് വില ബാരലിന് $84.88 കുറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുന്നതിന്റെ സൂചനകളും സമാധാന കരാറിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമാണ് വിപണിയിൽ ഈ രീതിയിൽ സ്വാധീനിച്ചത്.